നമുക്ക് വളരെ എളുപ്പത്തിൽ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ. വാഴക്കൂമ്പ് തോരൻ ഈ പ്ലേറ്റിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. വലിയൊരു വാഴക്കൂമ്പായിരുന്നു, നേത്രവാഴയുടെ ആയിരുന്നു, ഏത്തവാഴയെന്നും പറയും. 4-5 പോള ഇതുപോലെ അടർത്തി കളയണം. അതിനുശേഷം കൂമ്പിൻ്റെ ഇത്ര എടുത്തിട്ടുള്ളൂ, ഇത് മിച്ചമാണ്. ആ ഒരു പ്ലേറ്റാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ ജീരകം, ഒരു 6 മുളക്, പച്ചമുളക് നടുവ് പൊളന്നത്, ചെറിയ ബൗള് വെളുത്തുള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പില ഒരു 3-4 ഇതൾ. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം. ആദ്യം ഒരു ചെരുവത്തിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇടുന്നു. മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് വാഴക്കൂമ്പ് ഇടുന്നു. ഇനി അരമുറി തേങ്ങ ചിരവിയത് കൊണ്ടിട്ട് അരമുറി തേങ്ങ ചിരവിതിട്ട്, ഇനി ഒരു വലിയ സവോള അരിഞ്ഞതും കൂടെ ഇടുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ടു, 1 ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തു. സ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യും. ശരിക്കും മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇച്ചിരി ഉപ്പ് നോക്കണം. ഇച്ചിരി ഉപ്പെടുത്ത് നോക്കിക്ക്, ശേഷം സ്പൂണിൽ നിന്ന് എടുത്ത് നോക്കി. ഓക്കെ. അപ്പം നമുക്ക് ഇനി അടുത്ത് കടുക് പൊട്ടിച്ച് നമുക്ക് ഇത് തോരൻ ഉണ്ടാക്കാം. കുഴിവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ചു. ചീൻചട്ടി ചൂടായി വരുന്നു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കും. എണ്ണ തിളച്ച് വരുന്നു, കടുക് ഇട്ട് കൊടുക്കുന്നു. ഈ കടുക് പൊട്ടി വരുന്നു. ഈ കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ചീൻചട്ടിയിലോട്ട് ഇടുന്നു. കടുക് പൊട്ടി വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു. ഇനി അടുത്തത് സാദാ ജീരകം, അത് അടുത്ത് തന്നെ ഇടുന്ന പച്ചമുളക് ഇടുന്നത്. പച്ചമുളക് കീറിയതിടുന്നു. പച്ചമുളക് കീറിയിട്ടു. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കുന്നു. ഓക്കെ. ഒന്ന് വാടാൻ വേണ്ടി, മുളകൊന്ന് വാടാൻ വേണ്ടി മുളകും വെളുത്തുള്ളി ഒന്ന് വാടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അടുത്ത് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കരിവേപ്പില കുറച്ച് ഇട്ടോ. കരിവേപ്പില ഇടുന്നു. 3-4 ഇതൾ ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. സാദാ ജീരകം ഇട്ട് കൊടുക്കുന്നു. സാദാ ജീരകം 1/2 ടീസ്പൂൺ. ഓക്കെ. ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കുന്നു. തിരുമ്മി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇളക്കി കൊടുക്കുന്നു. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതാവും. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കുക. ഓക്കെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാവും. ചുണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഗുണമുള്ള വൈറ്റമിൻസും മിനറൽസും ധാരാളമുള്ള ഒരു സാധനം ഇതാണ്. ചുണ്ടിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം വയറ്റിൽ നിന്ന് പോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. സ്റ്റൊമക്ക് വാഷ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലൊക്കെ ക്ലിയറായിട്ട് കിട്ടും. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചുണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കംപ്ലീറ്റ് മലശോചനം ലഭിക്കുവാനും
ഇതിലെ ഫൈബർ കണ്ടൻറ്റ് നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കുടൽ നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടാനും കാര്യം. അതുകൂടാതെ ഇതിന് നല്ല വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഇവന് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. അതൊക്കെ നല്ല ഇത്രയും നാരടങ്ങിയ ഒരു ഭക്ഷണപദാർത്ഥം നമുക്ക് ചീപ്പായിട്ട് കിട്ടാൻ ഇല്ല. ഇത് എവിടെയും നാട്ടുപുറത്തല്ല, ഇവിടെയെല്ലാം ധാരാളം വാഴക്കൂമ്പുകൾ ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം വെറുതെ നശിച്ചു പോകാതെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആ മൂടി വെക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇളക്കാം. തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മെയിൻ ഒരു കറിയാണ് ചുണ്ട് തോരൻ. ഇത് പയറിട്ട് വെച്ചാൽ ചുണ്ടിനകത്ത് നല്ല ടേസ്റ്റ് ആവും. ചുണ്ടിൻ്റെ തന്നെ കിട്ടിയത് ചുണ്ടിൻ്റെ തന്നെ ആ തനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചുണ്ട് തന്നെ ഇതുപോലെ വെച്ചാലേ കിട്ടുകയുള്ളൂ. ചുണ്ടും തോരനും വെക്കാം, അത് നല്ല ടേസ്റ്റാണ്. ചുണ്ടും തോരനല്ല, ചുണ്ടും പയറും. വേറെ എന്നാക്കെ ചുണ്ടാത് കാച്ച? ചുണ്ടും ഉഴുന്ന് പരിപ്പും. ചുണ്ട് ഉഴുന്ന് പരിപ്പും അല്ലേ? വാഴക്കൂമ്പ്. നമ്മുടെ കോട്ടയംകാരാണ് വാഴ ചുണ്ടെന്ന് പറയുന്നത്. ഇത് വാഴക്കൂമ്പ് എന്നാണ് മൊത്തം എല്ലായിടത്തും പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ്. തൃശ്ശൂർ ഏരിയയിൽ കൊപ്രായ എന്ന് പറയും. തൃശ്ശൂർ കൊപ്രായ എന്ന് പറയൂ. വാഴ കൊപ്രായ അല്ല. പിന്നെ ബനാന പൂ എന്ന് പറയും. ബനാന പൂ ചിലർ പറയും. വാഴപ്പൂ എന്നും പറയും. അപ്പം ഇത് വളരെ ടേസ്റ്റിയാണ് അല്ലേ അച്ഛാ? ആ, അച്ഛൻ ഉപ്പ് നോക്കിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ചോറുംപൊതി കൊണ്ടുപോകുമ്പോൾ ഇത് ഒത്തിരി കൂട്ടുകാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിക്കുമായിരുന്നു. എടാ നിനക്കിന്ന് ചുണ്ടും പയറുമാണോടാ? ഓ സൂപ്പർ. ചുണ്ടും പയറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അമ്മ അന്ന് ചുണ്ട് മാത്രം ഉണ്ടാക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം അന്ന് പൈസ കൊടുക്കണ്ട, പറമ്പിലൊക്കെ ഇങ്ങനെ കിടക്കുമല്ലേ ഒടിഞ്ഞ് വീണ്. വാഴയുടെ എല്ലാം തന്നെ നല്ലതല്ലേ അച്ഛാ? വാഴപ്പിണ്ടിയും തന്നെ അതുപോലെ തന്നെ അല്ലേ അച്ഛാ? പക്ഷെ ചുണ്ടാണ് ഏറ്റവും നല്ലത് അല്ലേ അച്ഛാ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ അച്ഛാ? ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പറമ്പിൽ പോയി വാഴച്ചുണ്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കും അല്ലേ അച്ഛാ? ഇപ്പോൾ പാളയംകുടം വാഴയുടെ ചുണ്ടുണ്ട്, എന്തൊക്കെ ചുണ്ടെന്നാണ്. ഈ ഏത്തവാഴയുടെ ചുണ്ടിൻ്റെ അത്ര രുചി വേറെ ഒന്നിനും ഇല്ല അല്ലേ അച്ഛാ? ഏത്തവാഴയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ നേത്രവാഴയെന്നും പറയും അല്ലേ അച്ഛാ ഇതിന്? ഈ ചുണ്ടിന് ഏറ്റവും രുചി. അപ്പോൾ ചിലർ ചുണ്ടുകൊണ്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കും. കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പല ഓരോ ടെക്നോളജി വികസിക്കുമ്പോഴേ ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര വന്നിട്ടുണ്ട്. ഇത് ഏകദേശം റെഡിയായി അച്ഛാ. അതിൻ്റെ ആ കറയുടെ ഇതങ്ങ് മാറി കിട്ടിയാൽ മതി, റെഡിയായി. അപ്പോൾ ഇത് മാത്രം പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം. അതുപോലെ വണ്ണം വെയിറ്റ് ലോസ്, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് കുടൽ ശുദ്ധീകരിക്കും അല്ലേ അച്ഛാ? കുടൽ ശുദ്ധീകരിക്കും. ശരിക്കും ഇതിൻ്റെ ഫൈബർ കണ്ടില്ലേ? ഇങ്ങനെ ഫൈബർ. അപ്പം അമേരിക്കയിലൊക്കെ ഇതിന് $6 $7 ഇതിന് ഈ ഒരു വാഴക്കൂമ്പിന് വില. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ വെറുതെ കളയും. ലുലുവിലൊക്കെ ഇത് നല്ല ലുലു പോകണം ശരിക്കും വാഴക്കൂമ്പിൻ്റെ വില അറിയണം. ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പം തന്നെ റെഡിയായി. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വളരെ എളുപ്പം റെഡിയായി. അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പം നമ്മൾ പുതിയ കുട്ടികൾക്കൊക്കെ അല്ലേ, കുഞ്ഞു പിള്ളേർക്കും പ്രായമായവർക്കും ഒക്കെ വാഴക്കൂമ്പ് ഉണ്ടാക്കി കൊടുക്കുക. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതധികം വിഷമൊന്നും അടിക്കാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊന്നും വരുന്ന പച്ചക്കറി അല്ലല്ലോ വാഴക്കൂമ്പ്. നമ്മുടെ ഈ പറമ്പിലുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങളുടെ ഈ കുക്കിങ് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങളും ഒന്ന് വെച്ച് നോക്കി കേട്ടോ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇങ്ങനെ അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അല്ലേ അച്ഛാ? ഇപ്പോൾ തേങ്ങയാണെങ്കിൽ തേങ്ങയ്ക്കകത്തും ഇങ്ങനെ അധികം വിഷങ്ങളോ കാര്യങ്ങളോ ഇല്ല. വാഴച്ചുണ്ട്, പിന്നെ പച്ചമുളക്, വളരെ അല്ലേ അച്ഛാ? വളരെ നല്ല ഒരു ന്യൂട്രീഷ്യൻസ് നിറഞ്ഞ വൈറ്റമിൻസ് നിറഞ്ഞ ഒരു കറിയാണ് ചുണ്ടു തോരൻ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ. അവസാനമായിട്ട് ലേശം കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി വിതറി തീ ഓഫ് ചെയ്തു. ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ റെഡിയായി. ഓക്കെ. ഫൈനലായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തു അല്ലേ അച്ഛാ? ഞാൻ അച്ഛാ എന്നാൽ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം അല്ലേ അച്ഛാ? ഓക്കെ. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വാഴക്കൂമ്പ് തോരത്തെ. നോക്കിക്ക് അവൻ്റെ ആ ടെസ്റ്റ് കളറ് കണ്ടില്ലേ? വളരെ അടിപൊളിയായിരിക്കുന്നു കണ്ടോ?
നാച്ചുറലായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് അനീമിയ, സ്ത്രീകളിലെ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ആഴ്ചയിലൊന്നും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, ബി, എസൻഷ്യൽ ന്യൂട്രീഷൻസ് എല്ലാം അടങ്ങിയതാണ്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും നല്ല പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ്, അതായത് കുടലിൻ്റെ അനക്കം, കുടൽ ശുദ്ധീകരിക്കുന്നതിനും അത് വാഷ് ചെയ്ത് സഹായിക്കുന്നു. അതുകൊണ്ട് വളരെ എസൻഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഇത്. തോരൻ, ചുണ്ടു തോരൻ എന്ന് കോട്ടയംകാർ പറയും, വാഴക്കൂമ്പ് തോരൻ. അപ്പം വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും ആഴ്ചയിൽ ഒന്നേലും ഒരു പ്രാവശ്യയിലും ഇത് വെച്ചൊന്ന് കഴിക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനിയും കുക്കിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഈ ചെറിയ കുക്കിംഗ് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടോ, നമ്മുടെ പറമ്പിലൊന്നും ഇനി ഒരിക്കലും വാഴക്കൂമ്പ് നശിച്ചു പോകരുത്. നമുക്ക് വേണ്ട എസൻഷ്യൽ ന്യൂട്രീഷ്യൻസ് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കണം കേട്ടോ. അച്ചായ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ടേസ്റ്റ്. പ്രായമായവർക്ക് പ്രത്യേകിച്ച്, അവർക്ക് ആണല്ലോ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷനൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം ആഴ്ചയിൽ ഒന്ന് കൊടുക്കണം. പ്രായമായവർക്കേ ഇത് ആഴ്ചയിൽ ഒന്ന് നിങ്ങൾ ദയവ് ചെയ്ത് അവർക്ക് കൊടുക്കണം. അവർക്ക് വളരെ ഉപകാരമായിരിക്കും. അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛാ ടേസ്റ്റ്? ചോറുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ലേ? ചുണ്ടിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ആണോ? പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മെയിൻ കറിയായിരുന്നു അച്ഛാ. പയറോ ഒന്നും ഇടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ആണോ? പയറിട്ടുന്നാൽ അതിൻ്റെതായിട്ടുള്ള വേറെ രുചി. ഇത് തനി വാഴക്കൂമ്പിൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്ലേ അച്ഛാ? വളരെ നല്ല. ആഴ്ചയിൽ ഒന്നുമില്ലല്ലേ? ഓക്കെ, എന്നാ എല്ലാവർക്കും താങ്ക്സ്. അപ്പം എല്ലാവർക്കും എൻ്റെ താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ വാഴക്കൂമ്പിന് പറയുന്നത്? കോട്ടയത്ത് വാഴച്ചുണ്ട്, വാഴക്കണ്ണി, വാഴപ്പൂവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ചേഞ്ചസോ മാറ്റങ്ങളോ എൻ്റെ ഈ ചാനലിന് വരുത്തണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.